എന്താണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പിന്റെ സ്വാതന്ത്ര്യവും കമ്പനിയുടെ സുരക്ഷയും ഒത്തുചേർന്നതാണ് ഈ LLP എന്ന് പറയുന്നത്. ആർക്കാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? പ്രൊഫഷണൽ പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്ക് അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ ബിസിനസ്സുകൾക്കാണ് ഈ ഫോർമാറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് നോക്കാം. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു ബാധ്യതയിലേക്ക് പോവുകയില്ല. പാർട്ട്ണർമാർ മാറി വരികയാണെങ്കിൽ പോലും ഈ ഫേമിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ഇതിന്റെ എല്ലാ രജിസ്ട്രേഷൻസും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. കമ്പനി എന്നുള്ളൊരു ഫോർമാറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംപ്ലൈൻസ് മാറ്ററുകൾ കുറവാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് നോക്കാം. ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അത്ര ഒരു പ്രിയപ്പെട്ട ഫോർമാറ്റ് അല്ല ഈ LLP എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംപ്ലൈൻസ് മാറ്ററുകൾ കൂടുതലാണ്. ഓരോ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ, അതുപോലെ തന്നെ ROC ഫയലിംഗ്, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മളൊരു ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷയും സൗകര്യവും ചേർന്ന ഒരു പാർട്ണർഷിപ്പ് മോഡലാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇപ്പോൾ വളരെ ചെറിയ ബിസിനസ്സുകൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകളെ വെർച്വൽ CFO ആയി നിയമിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.